ഹലോ എവരിവൺ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ സസ്റ്റൈനബിൾ സിറ്റീസ് എന്നുള്ള ടോപ്പിക്കാണ് മൊഡ്യൂൾ 5. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇനിയുള്ള 2 ടോപ്പിക്ക് ഞാൻ 2 സെഷനായിട്ടാണ് എടുക്കുന്നത്, കാരണം നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, അതിൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്താ നമ്മൾ പറഞ്ഞു, മെത്തേഡ് ഫോർ ഇൻക്രീസിങ് എനർജി എഫിഷ്യൻസി ഇൻ ബിൽഡിംഗ് പറഞ്ഞു, അതുപോലെ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പറഞ്ഞു, സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, സസ്റ്റൈനബിൾ സിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒരു ടോപ്പിക് കൂടി കവർ ചെയ്യാനുണ്ട്, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ സസ്റ്റൈനബിൾ സിറ്റീസ് എന്ന് ആദ്യം നോക്കാം. ഓക്കെ, സോ സസ്റ്റൈനബിൾ സിറ്റീസ് വർക്ക് ടുവേർഡ്സ് ആൻ എൻവയോൺമെൻ്റലി, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ആൻഡ് ഹെൽത്തി ഹാബിറ്റാറ്റ് ഫോർ എക്സിസ്റ്റിംഗ് പോപ്പുലേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ഫോർ എക്സ്പീരിയൻസ് ദി സെയിം. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, നമുക്ക് സസ്റ്റൈനബിൾ സിറ്റിയും സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, സിറ്റീസിൽ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഒരു സസ്റ്റൈനബിൾ സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് സിറ്റിയെ സസ്റ്റൈനബിൾ സിറ്റിയാക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് ഈ ടോപ്പിക്കിലൂടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, sustainable cities. A sustainable city enable all citizens to meet their own needs with minimal natural resources and live good quality of life without degrading the existing natural resource or lives of the people now or in future. അപ്പോൾ എങ്ങനെയാണ് സിറ്റിയിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണ് ഹൈ ഫീച്ചേഴ്സ് എങ്ങനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് സസ്റ്റൈനബിൾ സിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ടു എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ദ സസ്റ്റൈനബിൾ സിറ്റീസ് ഷുഡ് ബി എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി, റിസോഴ്സ് എഫിഷ്യൻറ്റ്, സോഷ്യലി ഹാർമോണിക് ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ്. അപ്പോൾ എല്ലാ മേഖലയിലും എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി, റിസോഴ്സ് എഫിഷ്യൻറ്റ്, സോഷ്യലി ഹാർമോണിക്സ്, എൻവയോൺമെൻ്റലി പ്രൊഡക്റ്റീവ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ സിറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ സസ്റ്റൈനബിൾ സിറ്റി എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 9 ഫീച്ചേഴ്സാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 1 ആണ് അപ്പോൾ നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ സിറ്റിയാണ് പഠിക്കാനുള്ളത്. മെയിനായിട്ട് 9 ബേസിക് ഫീച്ചേഴ്സാണ് സസ്റ്റൈനബിൾ സിറ്റിക്കുള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ സിറ്റിയുടെ ബേസിക് ഫീച്ചേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 1 ആണ് എക്സാക്ട്ലി ഇറ്റ് ഷുഡ് ബി ഹാർമണി വിത്ത് നേച്ചർ. അല്ലേ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സസ്റ്റൈനബിൾ സിറ്റിയുടെ. സെക്കൻഡ് 1 നോക്കാം, മോർ നാച്ചുറൽ ഓപ്പൺ സ്പേസസ്. അപ്പോൾ ഒരു സിറ്റി ഉണ്ടെങ്കിൽ അതിൽ എന്താണ്, ഒരു നിശ്ചിത പെർസെൻറ്റേജ് നാച്ചുറൽ ഓപ്പൺ സ്പേസസ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ബേസിക് ഫീച്ചർ. തേർഡ് ഫീച്ചർ നോക്കുക, പ്രീഡോമിനൻറ്റ് ട്രാൻസ്പോർട്ട് മോഡ് ബി വാക്കിംഗ്, സൈക്ലിംഗ് ആൻഡ് ഗ്രീൻ പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ സിറ്റിക്കുള്ളിൽ, ഒരു സസ്റ്റൈനബിൾ സിറ്റിക്കുള്ളിൽ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് മോസ്റ്റ്ലി എന്തായിരിക്കും, പെട്രോളും ഡീസലും അല്ലാത്ത വെഹിക്കിൾസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, പ്രീഡോമിനൻറ്റ് ട്രാൻസ്പോർട്ട് നടത്താൻ. അതൊരു എക്സാമ്പിൾ ഓൾറെഡി പറയുന്നുണ്ട്. ഒന്നെങ്കിൽ വാക്കിംഗ്, അല്ലെങ്കിൽ സൈക്ലിംഗ്, അല്ലെങ്കിൽ ഗ്രീൻ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതിനെ ആശ്രയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രീൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കുറേ കാര്യങ്ങൾ വരും. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബസ് ഒരു ഗ്രീൻ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. കാരണം 50 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും വെഹിക്കിൾസ് റെഡ്യൂസ് ചെയ്യാൻ കാരണമാവും. അതായത് നമ്മൾ ഓൺ വെഹിക്കിൾസ് എടുക്കുന്നതിന് പകരം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിറ്റിയുടെ ഒരു ബേസിക് ഫീച്ചറാണെന്ന് പറയാം. ഓക്കെ, നാലാമത്തെ പോയിന്റ് നോക്കുക, മിനിമൈസ് ദി റിക്വയർഡ് ഇൻപുട്ട് സച്ച് ആസ് വാട്ടർ, എനർജി ആൻഡ് അതർ റിസോഴ്സസ്. അപ്പോൾ വാട്ടറിൻ്റെ യൂസേജ് മാക്സിമം കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ സിറ്റിയുടെ ബേസിക് ഫീച്ചറാണ്. ഓക്കെ, അഞ്ചാമത്തെ നോക്കുക, കൺസർവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, വേസ്റ്റ് വാട്ടർ റീയൂസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്.
കൺസർവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ്, നിലവിലുള്ള വാട്ടർ ബോഡീസിൻ്റെ കൺസർവേഷൻ. ഓക്കെ, അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണി അല്ലേ. അതുപോലെ വേസ്റ്റ് വാട്ടർ റീയൂസ്, അതായത് ചെറിയ മാലിന്യങ്ങളുള്ള വാട്ടർ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് റീയൂസ് ചെയ്യാം, അതായത് ഡ്രിങ്കിങ് പർപ്പസിനല്ലാതെ. ഓക്കെ, അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത്, കൺസർവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് വേസ്റ്റ് വാട്ടർ റീയൂസ്. ഓക്കെ, ഇത് 5 ഫീച്ചേഴ്സ് പറഞ്ഞു. ആറാമത്തെ ഫീച്ചറാണ് മാക്സിമൈസ് ദി റിക്കവറി, റീയൂസ് ആൻഡ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. അതായത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലുടെ റിക്കവറി, റീയൂസ്, റീസൈക്ലിംഗ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസിക് ഫീച്ചറാണെന്ന് പറയാം സസ്റ്റൈനബിൾ സിറ്റീൻ്റെ. 7ാമത്തെ പോയിന്റ് നോക്കുക, ടാപ്പ് മോർ റിന്യൂവബിൾ എനർജി സോഴ്സസ്. നോൺ റിന്യൂവബിളിന് പകരം മാക്സിമം റിന്യൂവബിൾ എനർജി സോഴ്സ് ടാപ്പ് ചെയ്യാം. ഇതാണ് 7ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. 8ാമത്തെ, മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ റെഡ്യൂസസ് ദി ക്രൈം റേറ്റ് വിച്ച് മേക്ക് പീപ്പിൾ ഇൻ സിറ്റീസ് ടു ലിവ് ഇൻ സോഷ്യൽ ഹാർമണി. എന്താണ് ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റിയിൽ ഒരു ബേസിക് ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരും. ആ ലോ ആൻഡ് ഓർഡർ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള ആക്ഷൻ എടുക്കുക. അപ്പോൾ ഈ ക്രൈം റേറ്റ് കുറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സസ്റ്റൈനബിൾ സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് ആളുകൾ പാലിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് സസ്റ്റൈനബിൾ സിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. 9ാമത്തെ ഫീച്ചർ, ലാസ്റ്റ് ഫീച്ചർ നോക്കുക, ഇംപ്രൂവ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വിത്ത് സ്യൂട്ടബിൾ ടെക്നോളജീസ്. അപ്പോൾ ഒരു സിറ്റിക്കുള്ളിലെ വേസ്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം അല്ലേ, എങ്ങനെ അതിനെ ഒഴിവാക്കാം, അതിന് എന്തൊക്കെ ടെക്നോളജീസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുന്നതാണ് 9th ഫീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഈ 9 ഫീച്ചർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ സിറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ ലോജിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ സിറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒരു ടോപ്പിക് കൂടി പറയാനുണ്ട്, ദ ഫ്രെയിം വർക്ക് ഫോർ സസ്റ്റൈനബിൾ സിറ്റീസ്. സസ്റ്റൈനബിൾ സിറ്റീൻ്റെ ഫ്രെയിം വർക്ക്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം സസ്റ്റൈനബിൾ സിറ്റി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഫ്രെയിം വർക്ക് നോക്കുകയാണെങ്കിൽ 4 രീതിയിൽ നമുക്കതിൻ്റെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് അർബൻ ഗവേണൻസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫോർ ഓൾ, അഡിക്വേറ്റ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഗ്രീൻ ബിൽഡിംഗ്, assured water and power supply, green public transport, access to green energy, open and recreation areas. ഇതൊക്കെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്, നമുക്കെന്നറിയാം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് നോക്ക്, ഗ്രീൻ പ്രൊഡക്റ്റീവ് ഗ്രോത്ത്, ക്രിയേഷൻ ഓഫ് ജോബ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിന്യൂവബിൾ എനർജി. ഓക്കെ, പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, അഫോർഡബിൾ ഹൗസിംഗ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ള ജസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ പോരെ. ഇതൊക്കെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, എനർജി എഫിഷ്യൻസി, വാട്ടർ മാനേജ്മെൻറ്റ്, എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, കൺസർവേഷൻ ഓഫ് സോയിൽ, അഡാപ്ഷൻ ആൻഡ് മൈഗ്രേഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതൊക്കെ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ നോക്ക്, അർബൻ ഗവേണൻസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ, റിഡക്ഷൻ ഓഫ് ഇൻഇക്വിറ്റീസ്, റോബ് IT കണക്ടിവിറ്റി ആൻഡ് ഡിജിറ്റലൈസേഷൻ, ഗവേണൻസ് ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫോർ സിറ്റിസൺ. ഇതൊക്കെ അർബൻ ഗവേണൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും ഈ ഫ്രെയിം വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സസ്റ്റൈനബിൾ സിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് സസ്റ്റൈനബിൾ സിറ്റീസിൽ പറയാനുള്ളത്. സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു ചെറിയ ടോപ്പിക് കൂടി നമുക്ക് പെൻഡിങ് ഉണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.